ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ നമ്മളെ കോബാറിൽ അടിപൊളി പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ രഞ്ജിനി ജോസ്, നമ്മളെ മിയക്കുട്ടി, ഇങ്ങനെ അവരെ ടീമൊക്കെ വന്ന ഒരു അടിപൊളി ഗാനമേളൻ്റെ ട്രൂപ്പ് ഉണ്ടായിരുന്നു. ഒരു കോബാറിൽ വന്നിട്ട് കുറച്ച് ദിവസമായി. അങ്ങനെ ദമാമിലും വന്ന് അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ മിയക്കുട്ടിൻ്റെ ഫാനാണ് നമ്മളെ പാത്തു. അപ്പോൾ അങ്ങനെ പോയതായിരുന്നു നമ്മൾ കേട്ടോ. ഇവരെയൊക്കെ ഒന്ന് നേരിട്ട് കാണാനും കൂടെ നിന്നൊരു സെൽഫി എടുക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ രഞ്ജിനി ജോസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവർ എനിക്ക് അത്ര പരിചയമല്ല, പക്ഷെ നമ്മളൊരു പാട്ടൊക്കെ കേട്ടിന് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ കോമഡി താരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. റഫീഖ് റഹ്മാൻ എന്നാണ് ഇയാളെ പേര് കേട്ടോ. പിന്നെ നമ്മൾ കോമഡി താരങ്ങളുണ്ടല്ലോ, നമ്മളെ ടി വിയിൽ എപ്പോഴും കാണുന്ന സുധീർ പറവൂര്, പിന്നെ ഇവരൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ. അന്നേരം എന്തായാലും ആ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു അടിപൊളി ഡ്രസ്സൊക്കെ തയ്ച്ച് ആ ഡ്രസ്സൊക്കെ ഫിനിഷ് ചെയ്ത് നമ്മൾ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഡ്രസ്സിൻ്റെ വീഡിയോസും കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മളെ മിയക്കുട്ടി അടിപൊളിയായിട്ട് പാടി, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ പാത്തുക്കുട്ടിക്ക് അവളെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവളെ കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്ത് അവൾ അടിച്ച് പൊളിച്ചു. അങ്ങനെ നമ്മളെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. 30 രൂപ എങ്ങാണ്ട് മീറ്ററിനില്ല. ഒരു ഷിഫോൺ തുണി ഞാൻ 3 മീറ്റർ അതിന് എടുത്തിട്ട് ഞാനൊരു നല്ല മോഡൽ തയ്ക്കാൻ വേണ്ടി കട്ട് ചെയ്തു. പക്ഷേ തുണി തികയാത്തതുകൊണ്ട് ഞാനൊരു ഫ്രില്ലൊക്കെ ഇട്ട് ഒരു യോക്ക് പോഷനിൽ ഫ്രില്ലിട്ട് അങ്ങനെ ഒരു ഫ്രോക്കാണ് അടിച്ചത്. പക്ഷേ അടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മളൊരു മാംഗോ കളറായിരുന്നു കേട്ടോ. അതിനകത്തേക്ക് ഞാനൊരു ഈ ഗ്രീനോ അല്ലെങ്കിൽ ഒരു പീച്ച് കളറൊക്കെ ഷോള് കുറേ തപ്പി കിട്ടിയില്ല. പിന്നെ ഞാൻ ഒരു യെല്ലോ ഷോൾ വെച്ചിട്ട് തന്നെ നമ്മളത് അടിപൊളിയായിട്ട് വെയർ ചെയ്തു കേട്ടോ.